നമ്മുടെ ഓരോ പൊതുസ്ഥലവും മറ്റുള്ളവർക്ക് അവിടെ വരുന്നവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്നത് അവിടുത്തെ വൃത്തിയും സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലേ? ഓരോ പൊതുസ്ഥലവും വൃത്തിയായും സൗന്ദര്യത്തോടെയും സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നിങ്ങൾ ഈ കാണുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ നെമ്മാറ ബസ് സ്റ്റാൻഡിന്റെ പരിസരമാണ്. നെമ്മാറ ബസ് സ്റ്റാൻഡും പരിസരം ഉൾപ്പെടുന്ന ഒരു സ്ഥലം. അത്യാവശ്യം തന്നെ നല്ല തിരക്ക് കൂടിയ ഒരു ബസ് സ്റ്റാൻഡാണ് ഇത്. പിന്നെ ഒരു കാര്യം, ടൗണിന്റെ ഒത്ത നടുക്ക് തന്നെ ഈ ബസ് സ്റ്റാൻഡ് വരുന്നതും നമ്മൾക്ക് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. നെമ്മാറ പഞ്ചായത്ത് മുൻകൈ എടുത്ത് ബസ് സ്റ്റാൻഡിന് ഷീറ്റ് ഇട്ടു. അതുകൊണ്ട് അവിടെ വരുന്ന ആളുകൾക്ക് മഴയത്തും വെയിലത്തും കൊള്ളാതെ, മഴയും വെയിലും കൊള്ളാതെ തന്നെ ബസ് കയറാമെന്നൊരു സൗകര്യം, അത് വലിയ വലിയ അനുഗ്രഹം തന്നെയായി. പിന്നെ ഇതിനടുത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്, ബസ് വെയിറ്റിംഗ് ഷെഡ്. അത് അവിറ്റീസ് ഹോസ്പിറ്റലിന്റെ സഹായത്തോടെ ഉണ്ടാക്കിയ ഒന്നാണ്. അതും ജനങ്ങൾക്ക് വലിയ ഉപകാരമായി. അത്യാവശ്യം വലിയ ബസ് സ്റ്റാൻഡ് തന്നെയാണിത്. എല്ലാവർക്കുമുള്ള സൗകര്യം ഇവിടെയുണ്ട്. മെയിൻ റൂട്ടാണ്. ഇതിനടുത്ത് തന്നെ ഒരു ചെറു മൈതാനമുണ്ട്. ഇതാണ് ബസ് സ്റ്റാൻഡിന്റെ ലോങ് വ്യൂ. ബസ് വെയിറ്റിംഗ് ഷെഡ്, അപ്പുറത്ത് മൈതാനം. ആ കാണുന്ന പഞ്ചായത്താണ്. അവിടെ നെമ്മാറ പഞ്ചായത്തിന്റെ ഓഫീസാണ് ഉള്ളിൽ കാണുന്നത്, അകത്തെ കാണുന്നത്. ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ മാത്രം ഇല്ല, ഒരു കുറവേ ഉള്ളൂ. ബാക്കി എല്ലാ സൗകര്യവും ഈ നെമ്മാറ ഭാഗത്തുണ്ട്. ഹോസ്പിറ്റൽ, പലവിധ സർക്കാർ ഓഫീസുകൾ, പോലീസ് സ്റ്റേഷൻ എന്നിവയെല്ലാം. ഈ ഗ്രൗണ്ട് ഒന്നുകൂടെ വൃത്തിയാക്കി സൗന്ദര്യവൽക്കരിച്ച് ആണെങ്കിൽ ആളുകൾക്ക് ഒരേ സമയത്ത് വന്ന് ഇരിക്കാവുന്ന ഒരു പ്ലേസ് മേക്കിംഗ് ആക്കി, കുട്ടികൾക്ക് അല്പസമയം ഇരിക്കാനുമുള്ള ഒരു സൽപ്പിക്കാനുള്ള ഒരു നേരമാക്കി, ഒരു പ്ലേസ് ആക്കി ഇവിടെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ മനോഹരമായിരുന്നു. ഇത് ഈ കാണുന്നത് EK നയനാർ പാർക്കാണ്. EK നയനാർ ഓപ്പൺ സ്റ്റേജ്. സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും പൊതുവെ. അങ്ങനെ ബസ് സ്റ്റാൻഡിന്റെ പൂർണ്ണ ഫോട്ടോ എടുക്കുന്നില്ല, കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവണ്ട എന്ന രീതിയിൽ മാത്രം എടുക്കുന്നില്ല. അത്യാവശ്യം തന്നെ എല്ലാ സൗകര്യമുള്ള ഒരു ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ്, ടാക്സി സ്റ്റാൻഡ് എല്ലാം തന്നെ ഇതിന് അടുത്തുണ്ട്. പക്ഷേ ഷീറ്റിട്ടപ്പോൾ ബസ്സുകളുടെ എണ്ണം കുറവേ നിർത്താൻ പാടുള്ളൂ എന്നൊരു പരിമിതി മാത്രം വന്നു. അല്ലെങ്കിൽ ഒരു 3-4 ബസ്സുകൾ കൂടുതൽ ഇവിടെ നിൽക്കാമായിരുന്നു. പക്ഷെ ഷീറ്റ് ഇട്ടതുകൊണ്ട് മഴയത്തും വെയിലത്തും കൊള്ളാതെ ജനങ്ങൾക്ക് അവിടെ നിൽക്കാനുള്ള ഒരു ബസ് കയറാനുള്ള ഒരു സൗകര്യം തന്നെ ഉണ്ടായി. അത് വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഇത് നെമ്മാറയിലെ പള്ളിയാണ്, ക്രിസ്ത്യൻ ചർച്ച്. അത് ബസ് സ്റ്റാൻഡിന്റെ പുറകുവശത്താണ്. ഇത് നെമ്മാറ ഹോസ്പിറ്റൽ, നെമ്മാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഇത് ഒരു പൊതുസ്ഥലമാണ്, PWD-യുടെ. പക്ഷെ ഈ സ്ഥലത്ത് ഒരു പൊതു പാർക്ക്, ഒരു വാഹനം നിർത്താനുള്ള ഒരു ഫീസോടുകൂടി ഒരു പാർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ടൗണിൽ തിരക്ക് കുറച്ചൊന്നും ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. നല്ല അത്യാവശ്യം തന്നെ നല്ല സൗകര്യമുള്ള ഒരു പാർക്കാണ്, ഒരു പ്ലേസ് ആണിത്. ഇതിനൊരു പാർക്കിംഗ് ഏരിയ ആക്കി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തന്നെ നല്ലൊരു മരങ്ങളൊക്കെ വെച്ച ഒരു നല്ല ആംബിയൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പാർക്കിംഗ് ഏരിയ ആക്കിയെടുത്തേ പറ്റൂ എന്ന് തന്നെ പറയാം. കാരണം ടൗണിലെ തിരക്ക് അത്രമാത്രം ഓരോ ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അതിനടുത്തുള്ള ഒരു പ്രദേശമാണ്. ഇവിടേക്ക് ഒരു പാർക്കാക്കി, അതായത് പ്ലേസ് മേക്കിംഗ് പറഞ്ഞാൽ ഒരു ആളുകൾക്ക് ഒഴിവ് സമയം വന്നു നിൽക്കുന്ന വൈകുന്നേരങ്ങളായാലും രാവിലെ ആയാലും തിരക്കുകൾ കഴിഞ്ഞ് ഇരിക്കാവുന്ന ഒരു പൊതു ഇടം, ഒരു ഗാർഡൻ ചെയർ, വിളക്കുവാലുകൾ, വേസ്റ്റ് ബിൻ, ചെറിയ കുട്ടികൾക്ക് ചെറിയ കളിപ്പാർക്കുകൾ, ഇതൊക്കെ ഈ പുല്ലൊക്കെ വെട്ടിമാറ്റി നല്ല വൃത്തിയാക്കി നല്ല പരിചരിച്ച് പൂച്ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല വൃത്തിയും സൗന്ദര്യത്തോടു കൂടി
ഈ സ്ഥലത്ത് ഈ ഈ പ്ലേസ് ഒന്ന് മാറ്റിയിട്ടെങ്കിൽ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നാട്ടിലെ ജനങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഒരു നൈറ്റ് ലൈഫ്, ഇവിടേക്ക് ഒരു നൈറ്റ് ലൈഫിനുള്ള സ്കോപ്പ് ഉണ്ട്. രാത്രി 10 മണിക്ക് ശേഷം കഥ കഴിച്ച് വീട്ടിലിരിക്കുന്ന നല്ല ജീവിതം എന്നും എല്ലാവരും മനസ്സിലാക്കണം. 9-10 മണി നമുക്ക് കടകൾ പൂട്ടി, അവിടെ ഒരു സാമ്പത്തിക വ്യവസ്ഥ അവിടെ ഒന്നും വളരില്ല. അത് ഉറപ്പ് തന്നെയാണ്. ഈ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കി ഒരു ഓപ്പൺ പ്ലേസ് ആക്കി അവിടെ ഏത് സമയത്ത് വന്ന് ഇരിക്കാവുന്ന ഒരു സിസ്റ്റമാക്കി കട്ടകളിൽ വെച്ച് നല്ല സുന്ദരം വൃത്തിയാക്കി ഒരു നല്ലൊരു പ്ലേസ് മേക്കിംഗ് ആക്കി വളർത്തിയെടുക്കുകയാണ് ഇന്ത്യയുടെ കൾച്ചർ ചെയ്യേണ്ടത്. അതിനുള്ള സമയവും പൈസയും മനുഷ്യശേഷിയും നമ്മൾക്കുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ഇത് കാട് പിടിച്ച് വൃത്തിയില്ലാതെ ചപ്പുചവൽ നിറഞ്ഞ് വല്ലപ്പോഴും വെട്ടി വൃത്തിയാക്കി അതും ആർക്ക് വേണ്ടി എന്ന രീതിയിൽ ആകുന്ന പോലെ ഒരു മാറ്റം ഇനി ഞങ്ങൾ പറ്റില്ല. ഇത് ഇനി നല്ല രീതിയിൽ തന്നെ പ്ലാനോടുകൂടെ അത് വൃത്തിയാക്കിയെടുത്ത് ജനങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കണം, അവതരിപ്പിക്കണം. താങ്ക് യു.